അത് ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നതുകൊണ്ട് പ്രീഡിഗ്രി വരെയും നടന്നുപോയാണ് പഠിച്ചത്. എന്നാൽ അനേക വർഷങ്ങൾക്ക് മുമ്പ്, 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആളുകളൊക്കെയും ഇവിടെ നിന്നും വിദേശത്ത് പോയി ഏറെ കഷ്ടപ്പെട്ട് അവരുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളൊക്കെയും നാട്ടിലാക്കിയിട്ട് വിദേശ രാജ്യത്തെ ജോലി ചെയ്ത് അവരെ സമ്പാദിച്ചതായ ആ കാര്യങ്ങളൊക്കെയും നാട്ടിൽ അയച്ച്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ, അതുകൊണ്ട് ഞാൻ ആദ്യം ഓർപ്പിച്ചത് 10 പൈസ വണ്ടിക്കൂലി കൊടുക്കാനുള്ളൊരു കാലത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരൊക്കെയും ആ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത്, അങ്ങനെയാണ് നമ്മുടെ ആളുകൾ ദൂരദേശത്തേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകമായ പേരും നമ്മുടെ സമ്പദ് വ്യവസ്ഥകളൊക്കെയും ഉന്നതിപ്പെട്ടു വന്നു. നമുക്കറിയാം, ഇന്ന് ഓരോ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചി, മക്കൾക്ക് അവരെ നോക്കാൻ കഴിയാഞ്ഞിട്ടല്ല, ജീവിത മാർഗങ്ങളും കൂടെ അന്വേഷിച്ചാണ് പുറത്തൊക്കെ പോയത്. അല്ലെങ്കിൽ ഒരപ്പച്ചനൊരമ്മച്ചി. ഞാനത് പറഞ്ഞത്, ഞാൻ ഈ കഴിഞ്ഞ ഏതാനും മാസം മുമ്പാണ് മല്ലപ്പള്ളിയിൽ മർത്തോമ സഭയുടെ ശവസംസ്കാരത്തിനോട് കുറേ അച്ഛന്മാരുണ്ടായിട്ട് സംസാരിച്ച വിഷയം. എന്നോട് ചോദിച്ചാൽ അച്ഛൻ്റെ വീട് എവിടെ? ഞാൻ പോകാൻ പാടില്ല, ആർക്കെങ്കിലും വീട് വേണമെങ്കിൽ ഒരച്ഛൻ്റെ കാര്യം പറഞ്ഞ അച്ഛൻ പറഞ്ഞു, ആരും താമസിക്കാത്ത 2 നിലയിലുള്ള വീട് 280 എണ്ണം വിൽക്കാനുണ്ട്. അപ്പച്ചനും അമ്മച്ചുള്ള വേറെ ഉണ്ട്. ഞാനിത് ഓർപ്പിച്ചത്, ഇപ്പം നമ്മുടെ ആളുകൾ അവിടേക്ക് പോയി കഷ്ടപ്പെട്ട് നമ്മുടെ ദേശത്തെ സ്നേഹിച്ചു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം.